കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 4th സെമസ്റ്ററിലെ BA കാരുടെ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സിലെ 4th മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാർട്ടി സിസ്റ്റം ആൻഡ് ഇലക്ട്രൽ പൊളിറ്റിക്സ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷെ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളും അറിയാത്ത കുറച്ച് കാര്യങ്ങളും അത്രയാണ് ഈ ഒരു മൊഡ്യൂളിനകത്തുള്ളൂ. സോ പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കോട് കൂടിയിട്ടാണ് പാർട്ടി സിസ്റ്റം ആൻഡ് ഇലക്ട്രൽ പൊളിറ്റിക്സ്, അതായത് പാർട്ടി സിസ്റ്റവും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയൊക്കെ കുറിച്ചിട്ടൊക്കെ തന്നെയുള്ള ഈ ഒരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് എത്രത്തോളം ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രിയിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത്. അത് ചിലപ്പോൾ ജനാധിപത്യപരമായിരിക്കും, അതായത് ഡെമോക്രാറ്റിക് ആയിരിക്കും, ഏകാധിപത്യപരമായിട്ടുള്ളോ അല്ലെങ്കിൽ വികസിതമോ ആധുനികമോ ആയവ അല്ലെങ്കിൽ ചെറുതോ വലുതായിട്ടുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പാർട്ടി സംവിധാനം ഏതൊരു രാജ്യത്തും നിലനിൽക്കുന്നുണ്ട്. If India is to survive as a moving generally in the democratic direction, it must evolve a healthier party system or develop some effective alternative to parties. അധികാരം നേടാനും അതുപോലെ തന്നെ സംഘടിതമായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ തന്നെയുള്ള രീതിയിലാണ് ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ നിലനിൽക്കുന്നത്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും അതിൻ്റെതായിട്ടുള്ള ഐഡിയോളജീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഏകദേശം ഐഡിയോളജീസിലൊക്കെ തന്നെ സിമിലർ ആയിരിക്കും, കുറച്ച് വ്യത്യാസമായിരിക്കും പലതിലും ഉണ്ടാവുക. സോ ഐഡിയോളജീസ് ഉള്ളതാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത്. They are necessary because they form a bridge between government and the governed, which gives meaning to representative system. അതായത് നമ്മുടെ ഇവിടെ ഇന്ത്യയിലും ഒക്കെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റമാണ്, അതായത് പ്രാതിനിധ്യ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനും ഭരിക്കുന്നവർക്കും ഇടയിലൊക്കെ ഉള്ള ഒരു കണക്ഷൻ, ഒരു ബ്രിഡ്ജായിട്ട്, ഒരു പാലമായിട്ടൊക്കെയാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ തന്നെ വർക്ക് ചെയ്യുന്നതെന്ന് കൂടി പറയാം. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. ഇനി പൊളിറ്റിക്കൽ പാർട്ടീസ് എന്തൊക്കെയാണ്, അതായത് മീനിങ് കാര്യങ്ങളൊക്കെ നോക്കാം. According to Feiner, political parties are organized bodies. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്താണ്, ഓർഗനൈസ്ഡ് ബോഡീസ് ആണ്. അതുപോലെ തന്നെ വിത്ത് വോളണ്ടറി മെമ്പർഷിപ്പ്, അതിലൊരു വോളണ്ടറി മെമ്പർഷിപ്പ് ഉണ്ടാവും. ദർ കോൺസെൻട്രേറ്റഡ് എനർജി ബീയിങ് എംപ്ലോയ്ഡ് ഇൻ ദ പെർസ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ പവർ. അപ്പോൾ അക്കോർഡിംഗ് ടു ഫൈനർ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ബോഡീസ് ആയിരിക്കും, അതിലൊരു വോളണ്ടറി മെമ്പർഷിപ്പ് ഉണ്ടാവും. ആൻഡ് ദർ കോൺസെൻട്രേറ്റഡ് എനർജി ബീയിങ് എംപ്ലോയ്ഡ് ഇൻ ദ പെർസ്യൂട്ട് ഓഫ് എ പൊളിറ്റിക്കൽ പവർ. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കുക, അതായത് ഫൈനർ പറയുന്ന ഈ ഒരു ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡെഫിനേഷൻ കൂടി ഉൾപ്പെടുത്താം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മീനിങ് ആൻഡ് റോൾ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ മീനിങ് എന്താണ്, അതുപോലെ തന്നെ അവരുടെ റോൾ എന്താണ്, ഈ ഒരു കൺട്രിയിൽ പൊളിറ്റിക്കൽ പാർട്ടി നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, അവരുടെ റോൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ എല്ലാ പ്രാതിനിധ്യ സർക്കാരുകൾക്കും പ്രതിനിധി സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അസ്തിത്വം വേണം. All representative governments and representative institutions require the existence of political parties. A political party is an organized body, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ഓർഗനൈസ്ഡ് ബോഡിയാണ്, ഓഫ് പീപ്പിൾ ഹു ഷെയർ certain common principles and goals regarding the political system of a country. അതായത് ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയെ സംബന്ധിച്ചിട്ട് ചില പൊതു തത്വങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ പങ്കിടുന്ന, അതായത് ഒരു ഐഡിയോളജീസ് കാര്യങ്ങളൊക്കെ തന്നെ പങ്കിടുന്ന ആളുകളുടെ ഒരു സംഘടിത സംഘടനയാണ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. The main purpose of political parties is to acquire and to retain political power. അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള അധികാരം നേടുകയും അത് നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് വിച്ച് റൺ ദ ഗവൺമെൻറ് ആർ കോൾഡ് ദ റൂളിംഗ് പാർട്ടി. അതായത് ഒരു ഗവൺമെൻറ് റൂൾ ചെയ്തിട്ട് പോകുന്ന അല്ലെങ്കിൽ അതിനെ റൺ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പാർട്ടിനെയാണ് നമ്മൾ റൂളിംഗ് പാർട്ടി എന്ന് പറയാം. സോ നമുക്കപ്പോൾ ഒരു റൂളിംഗ് പാർട്ടി ഉണ്ടാവും, ഒരു ഒപ്പോസിഷൻ പാർട്ടി ഉണ്ടാവും അല്ലേ. ദോസ് ഹു സിറ്റ് ഇൻ ദ ഒപ്പോസിഷൻ ആൻഡ് ക്രിട്ടിസൈസ് ആൻഡ് അനലൈസ് ദ പെർഫോമൻസ് ഓഫ് ദ റൂളിംഗ് പാർട്ടി ഓർ പാർട്ടീസ് ജനറലി ഓർ ഓൺ സ്പെസിഫിക് ഇഷ്യൂസ് ആർ കോൾഡ് ഒപ്പോസിഷൻ പാർട്ടീസ്. അതായത് പ്രതിപക്ഷത്തിലിരുന്നു കൊണ്ട് ഭരണകക്ഷിയുടെ പാർട്ടിയുടെ പ്രകടനത്തെയും പൊതുവായിട്ട് അല്ലെങ്കിൽ പ്രത്യേക വിഷയങ്ങളിലൊക്കെ തന്നെ വിശകലനം ചെയ്യാനും വിമർശിക്കാനുള്ള ഒക്കെ തന്നെ അധികാരം ഈ ഒപ്പോസിഷൻ പാർട്ടീസിനുണ്ട്. അപ്പോൾ ഇതാണ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ മീനിങ്ങും അവരുടെ ചെറിയ തരത്തിലുള്ള റോളുകൾ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനെങ്കിലും ഇത് ചോദിക്കും, എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്. സോ അതിൻ്റെ ഒരു ഫോളോവിങ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. ഇറ്റ് മസ്റ്റ് ബി ആൻ ഓർഗനൈസ്ഡ് ബോഡി ഓഫ് പീപ്പിൾ വിത്ത് ഫോമൽ മെമ്പർഷിപ്പ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓർഗനൈസ്ഡ് ബോഡിയാണ്, അതിലൊരു ഫോമൽ മെമ്പർഷിപ്പും ഉണ്ടാവും. ഇറ്റ് മസ്റ്റ് ഹാവ് ക്ലിയർലി സ്പ്ലിറ്റ് ഔട്ട് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു പ്രത്യേകിച്ച് ക്ലിയർ ആയിട്ടുള്ള പോളിസീസും പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
ഇറ്റ്സ് മെമ്പേഴ്സ് ഷുഡ് എഗ്രി വിത്ത് ഇറ്റ്സ് ഐഡിയോളജി, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പൊളിറ്റിക്കൽ പാർട്ടി, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും അവരുടേതായിട്ടുള്ള ഐഡിയോളജീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലെ മെമ്പേഴ്സ് ഈ ഐഡിയോളജീസ് ഒക്കെ തന്നെ അക്സെപ്റ്റ് ചെയ്യും, എഗ്രി ചെയ്യുകയും ആ പോളിസീസും അതിനനുസരിച്ചുള്ള പോളിസീസും പ്രോഗ്രാംസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇറ്റ് മസ്റ്റ് എയിം അറ്റ് ഗെറ്റിംഗ് പവർ ത്രൂ ദ ഡെമോക്രാറ്റിക് പ്രോസസ്. അതായത് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അവരുടെ എയിം എന്ന് പറയുന്നത് പവർ, അധികാരം കീഴടക്കുക എന്നുള്ളത്, ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ അധികാരം ലഭിക്കുക എന്നുള്ളതാണ്. ഇറ്റ് മസ്റ്റ് ഹാവ് എ ക്ലിയർ ആൻഡ് അക്സെപ്റ്റബിൾ ലീഡർഷിപ്പ്. ഇറ്റ് മസ്റ്റ് ഫോക്കസ് ഓൺ ബ്രോഡ് ഇഷ്യൂസ് ആൻഡ് മേജർ ഏരിയാസ് ഓഫ് ഗവൺമെന്റ് പോളിസീസ്. അതുപോലെ ഇതിനൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും, അതിനനുസരിച്ച് അവരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഗവൺമെന്റ് പോളിസീസിന്റെ, അതായത് അതിൻ്റെതായിട്ടുള്ള മേജർ ഏരിയാസിലൊക്കെ തന്നെ അതിൻ്റെ ഇഷ്യൂസിലൊക്കെ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിന് കഴിയണം. ഇതൊക്കെയാണ് ഒരു എസെൻഷ്യൽ മേജർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി എന്നും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. നമ്മൾ മുൻപ് തന്നെ ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. സോ ഈ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്, ആ കുറച്ച് പോയിന്റ്സിലൊക്കെ തന്നെ കുറച്ചുകൂടി കണ്ടന്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. സോ വൺ ഡോമിനന്റ് പാർട്ടി സിസ്റ്റം, അതായത് ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത്, മെയിൻ ഫസ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത് വൺ ഡോമിനന്റ് പാർട്ടി സിസ്റ്റമാണ്. മോറിസ് ജോൺസന്റെ വാക്കുകളിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വൺ പാർട്ടി സ്റ്റേറ്റ് ബട്ട് ഇറ്റ് ഈസ് വൺ ഡോമിനന്റ് പാർട്ടി സിസ്റ്റം എന്നാണ്. അതായത് ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിന് ശേഷം ഒരുപാട് നമ്പർ ഓഫ് പാർട്ടീസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൽ കോൺഗ്രസ് ആണ് കുറച്ചുകൂടി മാനേജ് ടു റീറ്റെയിൻ എ ഡോമിനന്റ് പൊസിഷൻ. ഒരു ഡോമിനന്റ് പൊസിഷൻ ഉണ്ടായിരുന്നത് കോൺഗ്രസിനായിരുന്നു. അതുപോലെ തന്നെ 1969 സമയത്തും മിസസ് ഇന്ദിരാഗാന്ധി വന്ന സമയത്ത് ഈ ഡോമിനന്റ് പൊസിഷനെ മെയിൻറ്റെയിൻ ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടിയായിരുന്നു, അതായത് ഒത്തിരി പാർട്ടീസ് ഉണ്ടായിരുന്നെങ്കിലും അതിലൊരു ഡോമിനൻ്റ് പാർട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മോറിസ് ജോൺസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൺ പാർട്ടി സ്റ്റേറ്റ് ബട്ട് ഇറ്റ് ഈസ് എ വൺ ഡോമിനൻ്റ് പാർട്ടി സിസ്റ്റം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ജനതാ പാർട്ടി സർക്കാർ വന്ന ശേഷമാണ് ഈ കോൺഗ്രസിന് ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വൺ ഡോമിനൻ്റ് പാർട്ടി സിസ്റ്റമാണ് ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. സോ അതാണ് ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മഷ്റൂം ഗ്രോത്ത് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. അതായത് അവിടെ ഇവിടെയും ഈ മഷ്റൂംസ് ഇങ്ങനെ മുളച്ചു പോകുന്ന പോലെ ചറവറ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമാരി പാർട്ടീസ് ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കും. ദർ ഹാസ് ബിൻ എ മഷ്റൂം ഗ്രോത്ത് ഓഫ് നാഷണൽ, റീജിയണൽ, കമ്മ്യൂണൽ ആൻഡ് പേഴ്സണലിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ. അത് പല രീതിയിലായിരിക്കും, നാഷണൽ ആയിരിക്കും, ചിലപ്പോൾ റീജിയണൽ ആയിരിക്കും, ചിലപ്പോൾ കമ്മ്യൂണൽ ആയിരിക്കും. അതിൻ്റെയൊക്കെ ബേസിസിൽ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇന്ത്യയിൽ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങി. No other democratic country has such as a multiplicity in parties. Most of them came into existence after the disintegration of the Janata Party in 1979. അതായത് ഒത്തിരി ഈ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ വന്നു. ജനതാ പാർട്ടി സർക്കാരിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയത്. അതായത് ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടി ഉണ്ടായിരുന്നു കോൺഗ്രസ് പറഞ്ഞിട്ട്, അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ജനതാ പാർട്ടി സർക്കാർ വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതും ഒത്തിരി ഇതുപോലെ തന്നെ മഷ്റൂം ഗ്രോത്ത് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് കോൺഗ്രസിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അതായത് മാർക്സിസ്റ്റ് എന്നുള്ള രീതിയിലുണ്ട്, ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട്. അങ്ങനെ ഇഷ്ടംമാരി പാർട്ടീസ് ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ ഇന്ത്യ ദ ലോ ഡസ് നോട്ട് റെഗുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് ഫംഗ്ഷനിങ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. മോസ്റ്റ് ഓഫ് ദി പൊളിറ്റിക്കൽ പാർട്ടീസ് ഹാവ് നോ മാസ് ബേസ്. അതായത് ഇന്ത്യയിലെ ഒരു ലോ അനുസരിച്ചിട്ട് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് റെഗുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഫോം ചെയ്യുന്നതും അത് ഫംഗ്ഷൻ ചെയ്യുന്നതിനും ഒരു പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടംമാരി പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, പക്ഷെ ഒരു മാസ് ബേസ് ഇല്ല. അതായത് ഒത്തിരി ആളുകളൊന്നും ഉണ്ടാവില്ല, കുറച്ച് ആളുകൾ ചേർന്നിട്ട് കുറച്ച് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവുന്നുണ്ട്. അടുത്ത മൂന്നാമത്തെ പോയിന്റ് ആണ് റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ്. അനദർ ഫീച്ചർ ഓഫ് ഇന്ത്യൻ പാർട്ടി സിസ്റ്റം ഈസ് ദാറ്റ് ഈച്ച് സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പൊളിറ്റിക്കൽ പാർട്ടീസ്. അതായത് ഒരു അടുത്ത ഫീച്ചറായിട്ട് ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിൽ പറയുന്നത് എല്ലാ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്തായാലും ഉണ്ടാവും. മോസ്റ്റ് ഓഫ് ദീസ് റീജിയണൽ പാർട്ടീസ് ഹാവ് നോ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ്സ്. മോസ്റ്റ് ഓഫ് ദ ഈ ഒരു റീജിയണൽ പാർട്ടീസ്, അതായത് റീജിയന്റെ ബേസിൽ ഉയർന്നു നിൽക്കുന്ന പാർട്ടീസാണ് ഇതൊക്കെ. ഇതിന് പ്രത്യേകിച്ച് ഒരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. ദേ റെപ്രസെന്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് പെർട്ടിക്കുലർ ലിംഗ്വിസ്റ്റിക്, റിലീജിയസ്, റീജിയണൽ, അതുപോലെ തന്നെ എത്നിക്, കാസ്റ്റ്, കൾച്ചർ ഗ്രൂപ്പ്സ്. അതായത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ തന്നെ ഇതിന് പ്രത്യേകിച്ച് അവർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഈ ലിംഗ്വിസ്റ്റിക്, അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള റീജിയൻ, എത്നിക്, കാസ്റ്റ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീജിയണൽ പാർട്ടീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ കോൺഫറൻസ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ, അതുപോലെ തന്നെ DMK ആൻഡ് AIDMK തമിഴ്നാട്ടിലെ, അതുപോലെ തന്നെ ഇപ്പോൾ തെലുങ്കു ദേശം ഇൻ ആന്ധ്രാപ്രദേശ്, പിന്നെ കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഇതൊക്കെ കേരളത്തിലുള്ളത്. അങ്ങനെ ഇതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീജിയണൽ പാർട്ടീസ് എന്ന് പറയുന്നത്.
അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് റോൾ ഓഫ് കാസ്റ്റ് ആൻഡ് കമ്മ്യൂണൽ പാർട്ടീസ് ആണ്. കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ വർക്കിംഗ് ഓഫ് ആൻ ഇന്ത്യൻ പാർട്ടി സിസ്റ്റം. അതുപോലെ ഈ സം പാർട്ടീസ് എന്ന് പറയുന്നത് കമ്മ്യൂണൽ ഇൻ ക്യാരക്ടർ ആയിരിക്കും. അതായത് എല്ലാ പാർട്ടീസും അവർ ചൂസ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് അക്കോർഡിംഗ് ടു ദ കാസ്റ്റ് ആൻഡ് കമ്മ്യൂണൽ കോമ്പോസിഷൻ ആയിരിക്കും. ഈ റോൾ ഓഫ് കാസ്റ്റ് ആൻഡ് കമ്മ്യൂണൽ പാർട്ടീസ് എന്ന് പറയുന്നത് ഇതൊരു മേജർ റോളാണ് ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിൽ വഹിക്കുന്നത്. ഇതൊരു വോട്ട് ബാങ്ക് ആയിട്ട് ഇത് മാറാണ്. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ഫോം ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഇതര ഐഡിയോളജീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന്. പക്ഷേ ഇന്നത്തെ ഒരു ഇന്ത്യയുടെ സിസ്റ്റത്തിനനുസരിച്ചിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് നിൽക്കുന്ന തന്നെ ടു ക്യാപ്ചർ പവർ ടു ഗെറ്റ് പവർ ആണ്. ദ പാർട്ടീസ് ആർ റെഡി ടു ഈവൻ സാക്രിഫൈസ് ദെയർ ഐഡിയോളജി. അതായത് അധികാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഐഡിയോളജി കളഞ്ഞു കുളിക്കാൻ വരെ അവർ തയ്യാറാണെന്നാണ് പറയുന്നത്. എവറി പാർട്ടീസ് ഫെയേഴ്സ് ബൈ ഗാന്ധിസം, ഡെമോക്രസി, സോഷ്യലിസം, സെക്യുലറിസം ഇതൊക്കെ ആയിരിക്കും എല്ലാ പാർട്ടീസും പറയുന്നുണ്ടാവുക. പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിയില്ല. അധികാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഐഡിയോളജീസ് കാര്യങ്ങളൊന്നും തന്നെ അവർ ഫോളോ ചെയ്യുകയില്ല. സോ ലാക്ക് ഓഫ് ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻ്റ് ആണ് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 5 പോയിന്റ് ഇതിൽ പഠിച്ചു വെച്ചാൽ മതി. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇന്ത്യനെ കുറിച്ചിട്ടാണ്. അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ വിഭജനത്തെക്കുറിച്ചിട്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് അഖിലേന്ത്യാ, അതായത് ദേശീയ പാർട്ടികളെന്നും പ്രാദേശികമായിട്ടുള്ള പാർട്ടികളും എന്ന് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നാഷണൽ പാർട്ടീസിന് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുകയും അതുപോലെ സ്റ്റേറ്റിൻ്റെ അതിർത്തികളിലൂടെയൊക്കെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ അംഗീകൃതമായിട്ടുള്ള 8 ദേശീയ പാർട്ടികളും 48 സ്റ്റേറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പാർട്ടികളുമുണ്ട്. പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, അതുപോലെ ഭാരതീയ ജനതാ പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, അതുപോലെ നാഷണൽ കോൺഗ്രസ് പാർട്ടി, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്, നാഷണൽ പീപ്പിൾസ് പാർട്ടി, ഇതൊക്കെ തന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് INC എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 1885 ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിതമായിട്ടുണ്ടായിരുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് നമ്മുടെ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. സോ അലൻ ഒക്ടേവിയോ ഹ്യൂമം, ദാദാബായ് നവറോജി, ദിൻഷാ വാച്ച തുടങ്ങിയവരൊക്കെ ആയിരുന്നു ഇതിൻ്റെ സ്ഥാപകരെന്ന് പറയുന്നത്. ഒരുപാട് ദശലക്ഷക്കണക്കിന് അംഗങ്ങളെയും പങ്കാളികളെയും ആകർഷിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ എന്തിയാണ് ഒരുപാട് ആളുകൾ ചേരുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇന്ത്യയുടെ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ INC ഒരു നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. 1947 തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും നിരവധി തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് മൊത്തം 49 വർഷം അവർ ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് വളരെ പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ ശക്തിയായിട്ട് മാറി. ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ 7 കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ ഈ ഒരു സമയത്ത് രാജ്യത്തെ നയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സാഹചര്യത്തിൽ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത് ഒരു പൊതുവെ മധ്യ ഇടതുപക്ഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ INC എന്ന് പറയുന്നത് ആദ്യം ഒരു വരേണ്യ സംഘടനയായിട്ട് ആരംഭിച്ചുവെങ്കിലും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഒരു ബഹുജന പ്രസ്ഥാനമായിട്ട് മാറുന്നത്. ഗ്രാമീണ സമൂഹത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സംഘടനാ ഘടനയായിരുന്നു ഇതിനുണ്ടായിരുന്നത്. 1964 നെഹ്റുവിൻ്റെ മരണത്തിനും 1969 ഒരു ഭിന്നിപ്പിനും ശേഷം പാർട്ടി ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടു. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വം 1971 തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ആധിപത്യം കണ്ടിരുന്നു എങ്കിലും കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അധികാരവും ആഭ്യന്തര സംഘർഷങ്ങൾക്കും കാരണമായി. ഇന്ദിരാഗാന്ധി, അതായത് സ്ട്രോങ് അയൺ ലേഡി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്നതായിരുന്നു ഇന്ദിരാഗാന്ധി. പാർട്ടി വളരെ കേന്ദ്രീകൃതമായിരുന്നുവെങ്കിലും അവരുടെ നേതൃത്വത്തിലും വ്യക്തിത്വത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു INC ആ കാലഘട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. അനിയന്ത്രിതമായിട്ടുള്ള രീതിയിലുള്ള ബിസിനസ് സമ്പ്രദായങ്ങളെ എതിർത്ത് കർഷകർക്കും തൊഴിലാളികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി വാദിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു INC എന്ന് പറയുന്നത്. 2004 ഗ്രാമീണ ആരോഗ്യ ദൗത്യം, വിവരാവകാശ നിയമം തുടങ്ങിയിട്ടുള്ള പല പദ്ധതികളും INC സർക്കാരുകൾക്ക് തുടക്കമിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. തുടക്കത്തിൽ 1926 സ്ഥാപിതമായിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 1942 വരെ നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. 1947 ശേഷം പാർട്ടിയിൽ പലതരത്തിലുള്ള ഭിന്നതകൾ അനുഭവപ്പെട്ടു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് മാർക്സിസ്റ്റ്, അതുപോലെ മാവോയിസ്റ്റ് കമ്മ്യൂണിറ്റി പാർട്ടി തുടങ്ങിയിട്ടുള്ള പല വിഭാഗങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായി. CPIയുടെ ആദ്യകാല സമീപനത്തിൽ തീവ്രവാദവും ആക്രമണങ്ങളും ഉൾപ്പെടെയുള്ള ഒരുപാട് തരത്തിലുള്ള തീവ്രവാദ തന്ത്രങ്ങൾ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ ഉപദേശത്തെ തുടർന്ന് എന്തിയാണ് ഭരണഘടനാ രീതികളിലേക്ക് അത് മാറുകയാണ് ചെയ്യുന്നത്. ബീഹാർ, ആന്ധ്രാപ്രദേശ്, കേരളം, പശ്ചിമ ബംഗാൾ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലാണ് പാർട്ടിയുടെ അംഗത്വം പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്.
രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കൊപ്പം ട്രേഡ് യൂണിയൻസ്, കർഷക തൊഴിലാളി സംഘടനകൾ തുടങ്ങിയിട്ടുള്ള ബഹുജന സംഘടനകളെ കെട്ടിപ്പടുക്കുന്നതിൽ CPI സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യയശാസ്ത്രപരമായിട്ട് ഒരു ദേശീയ ജനാധിപത്യ രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പാർലമെൻ്ററി സോഷ്യലിസത്തിനും കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള ഒരു സഹകരണം എന്ന് പറയുന്നത് CPI കൊണ്ടുവരുന്നത്. തൊഴിലവസരം സൃഷ്ടിക്കൽ, ഭൂപരിഷ്കരണം, സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത ഉറപ്പുവരുത്തുക, തൊഴിലാളി വർഗത്തെയും കർഷക തൊഴിലാളികളെയൊക്കെ തന്നെ എന്ത് ചെയ്യുക, പലതരത്തിലുള്ള സംരംഭങ്ങളിലൂടെ സംരക്ഷിക്കുക, പാർശ്വവൽക്കരിക്കപ്പെട്ടുള്ള സമൂഹങ്ങളെയൊക്കെ തന്നെ അല്ലെങ്കിൽ അവരുടെ ക്ഷേമ ആവശ്യങ്ങൾ നിറവേറ്റുക, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു. പാർലമെൻറ്റിൽ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് BSP, SP, RJD തുടങ്ങിയിട്ടുള്ള കോൺഗ്രസ് തുടങ്ങിയിട്ടുള്ള പാർട്ടികളുമായിട്ടൊക്കെ തന്നെ CPI പതിവായിട്ട് എതിർപ്പുകളും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സഖ്യങ്ങളിലൊക്കെ ഏർപ്പെടാറുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് CPI തിരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഗണ്യമായിട്ടുള്ള സീറ്റുകൾ നേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് ഫലങ്ങളെയും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയെയും ആശ്രയിച്ച് അതിൻ്റെ പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ ശക്തിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള വെല്ലുവിളികളും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നിട്ടും സോഷ്യലിസ്റ്റ് തത്വങ്ങൾക്കും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് CPI വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ തരത്തിലുള്ളൊരു പ്രാധാന്യം വഹിച്ചിട്ടുണ്ട്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് CPIയിൽ നിന്ന് പിളർന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് CPM എന്ന് പറയുന്ന രീതിയിൽ രൂപീകരിക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ പ്രദേശത്തെ ചൈനീസ് അധിനിവേശത്തെക്കുറിച്ചുള്ള ഒരു വിമർശനവും അതുപോലെ തന്നെ പലതരത്തിലുള്ള ആഭ്യന്തര നേതൃത്വ സംഘടനകൾ, അതുപോലെ പല വിഷയങ്ങളിൽ CPIക്കുള്ളിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള ഡിക്ലൈൻ, ഒരു തരത്തിലുള്ള പിളർപ്പിന് കാരണമായത്. കൂടുതൽ ഇടതുപക്ഷ സമീപനത്തിനായിട്ട് വാദിച്ചിട്ടുണ്ടായിരുന്ന EMS നമ്പൂതിരിപ്പാട്, ജ്യോതി ബാസു തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ആ പ്രമുഖരുടെ നേതൃത്വത്തിലാണ് ഒരു പ്രത്യേക സംഘടനയായിട്ട് CPIM എന്ന് പറയുന്ന രീതിയിൽ അവർ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള പിളർപ്പ് എന്ന് പറയുന്നത് ഒന്നാലോചിച്ച് നോക്കുമ്പോൾ ഒരു ശത്രുതാപരമായിട്ടുള്ള രീതിയിലുള്ളൊരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്കാണ് നയിച്ചത്. നിരവധി CPI നേതാക്കളെയും പ്രവർത്തകരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യുകയും ജയിലടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. പശ്ചിമ ബംഗാൾ, കേരളം, ബീഹാർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാരിൻ്റെ അടിച്ചമർത്തലുകളും പണിമുടക്കലുകളും പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ അക്രമാസക്തമായിട്ടുള്ള രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ഉൾപ്പെടെ CPMകാരെ കാര്യമായിട്ടുള്ള രീതിയിൽ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബൂർഷ്വാസി, ഭൂപ്രഭുത്വ വർഗ്ഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ കർഷകരും തൊഴിലാളികളുമായിട്ടുള്ള ഐക്യമുന്നണികൾ രൂപീകരിക്കുക എന്നുള്ളതും നമ്മുടെ ഈ ഒരു CPIMൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പുരോഗമനപരമായിട്ടുള്ള രീതിയിൽ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള നയങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് മാർക്സിസ്റ്റുകാർ കൂടുതലായിട്ട് വാദിച്ചിട്ടുണ്ടായിരുന്നത്. രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മുൻഗണന നൽകുന്ന റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് CPIM എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ഭാരതീയ ജനതാ പാർട്ടി, BJP എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മോദി ഗവൺമെൻറ് മൂന്നാമത്തെ പ്രാവശ്യവും വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 1984 തിരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിൽ നിന്ന് ആരംഭിച്ച് 1999 എന്ത് ചെയ്യുന്നുണ്ട്, 182 സീറ്റുകളിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1980 സ്ഥാപിതമായതാണ് BJP എന്ന് പറയുന്നത്. അതിനുശേഷം പ്രധാനമായിട്ടും ഹിന്ദി ബെൽറ്റ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലൊക്കെ തന്നെ അവരുടെ സ്വാധീനം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. BJP എന്ന് പറയുന്നത് ഇന്ത്യയിലുടനീളം വ്യാപകമാകുന്നതിന് പകരം ചില പ്രദേശങ്ങളിൽ അതിൻ്റെ പിന്തുണ അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. BJP ഒരു പ്രധാന ദേശീയ പാർട്ടിയായിട്ട് ഉയർന്നു വരികയാണ്. 2014 2019 NDI സഖ്യത്തിന് കീഴിൽ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം നേടിയ ശേഷം പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തി എന്ന് പറയാൻ വേണ്ടി പറ്റും. മഹാത്മാഗാന്ധി, ജയപ്രകാശ് നാരായണൻ, ദീൻദയാൽ ഉപാധ്യായ തുടങ്ങിയിട്ടുള്ള ആളുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? മഹാത്മാഗാന്ധിയിൽ നിന്നൊക്കെ തന്നെ അവർ പ്രചോദനം ഉൾപ്പെട്ടു എന്ന്. അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായിട്ട് അവർ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് BJP ഗാന്ധിയൻ സോഷ്യലിസത്തെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോട് പക്ഷപാതം കാണിക്കാതെ മതേതരത്വവും ശുദ്ധമായിട്ടുള്ള ഭരണവും എല്ലാവർക്കും നീതി എന്നിവയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പാർട്ടി വാദിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ഹിന്ദു മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ എല്ലാവർക്കും നീതി ലഭിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത BJP ഊന്നി പറയുകയും ഏതെങ്കിലും പ്രത്യേക സമുദായത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ പാർലമെൻറ്റിലെ നിയമസഭകളിലോ സംസ്ഥാനങ്ങളിലോ ഒക്കെ തന്നെ 33% സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ദേശീയതയെ കുറിച്ചിട്ടാണ് അവർ കുറച്ചുകൂടി ഊന്നൽ നൽകി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനെ കുറിച്ചിട്ടാണ്. 1998 ജനുവരിയിൽ മമതാ ബാനർജി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒരു കേന്ദ്ര ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടും മതേതരത്വത്തിൻ്റെയും ജനപ്രിയതയുടെയും പ്രത്യയശാസ്ത്രങ്ങളുള്ള ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയാണ്
ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. 2011 പശ്ചിമ ബംഗാളിലുണ്ടാവുന്ന ഒരു വിധാൻസഭാ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഒരു 34 വർഷത്തെ ഭരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് അവിടെ വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് വേർപിരിഞ്ഞ ഒരു വിഭാഗമായിട്ട് ഉത്ഭവിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ AITMC, അതായത് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് 19 സീറ്റുകൾ നേടി ലോക്സഭയിലെ 6ാമത്തെ വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറി. 1999 NDA സഖ്യത്തിൽ പാർട്ടി BJPയുമായിട്ട് സഖ്യമുണ്ടാക്കി. മമതാ ബാനർജി റെയിൽവേ മന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ഒടുവിൽ NDAയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് രാജിവെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2009 പൊതു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് UPA സഖ്യത്തിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കൽ അല്ലെങ്കിൽ ഡീസൽ വില വർധനവ് തുടങ്ങിയിട്ടുള്ള നയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം വീണ്ടും ആ ഒരു ബന്ധം വിച്ഛേദിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ മാത്രമല്ല ത്രിപുര, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലും ഇവർക്ക് കാര്യമായിട്ടുള്ള ഒരു സ്വാധീനമുണ്ട് കേട്ടോ. ഇനി നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്നത് 2013 ജനുവരിയിൽ PA സാങ്മയാണ് ദേശീയ തലത്തിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന NPP എന്ന് പറയുന്ന കാര്യം ആരംഭിക്കുന്നത്. 9 തവണയാണ് പാർലമെൻറ്റ് അംഗമായിട്ടുള്ള സാഗ്മ 2012 ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് രാജിവെക്കാനുള്ള പാർട്ടിയുടെ തീരുമാനത്തെക്കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 2012 ജൂലൈയിൽ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷമാണ് ഈ ഒരു പാർട്ടി രൂപീകരിക്കുന്നത്. അപ്പോൾ NPP ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ, അതായത് NDAയിൽ ചേരുകയും പിന്നീട് NDAനെ പിന്തുണയ്ക്കുന്ന നോർത്ത് ഈസ്റ്റ് റീജിയണൽ പൊളിറ്റിക്കൽ ഫ്രണ്ടിൻ്റെ ഭാഗമായിട്ട് തീരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള ചെലവ് വിശദാംശങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നിട്ട് 2015 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ NPPയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2015 മൂന്നാം മുന്നണിയായിട്ടുള്ള സോഷ്യലിസ്റ്റ് സെക്യുലർ മോർച്ചയുടെ രൂപീകരണത്തിൽ NPP മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊപ്പം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 2018 മേഘാലയ ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ NPPക്ക് 19 സീറ്റുകൾ നേടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശേഷം 2ാമത്തെ വലിയ കക്ഷിയായിട്ട് അവർ മാറുകയാണ്. പാർട്ടിയുടെ നേതാവായിട്ട് കോൺറാഡ് സാഗ്മ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അവകാശവാദം ഉന്നയിക്കുകയും MLAമാരുടെ പിന്തുണ നേടുകയും ചെയ്തിട്ടുണ്ട്. 2019 ജൂൺ 7 NPPക്ക് ദേശീയ പാർട്ടി പദവി ലഭിച്ചിട്ടുമുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചിട്ടാണ്. 1999 മെയ് 25 ശരത് പവാറും താരിഖ് അൻവറും ചേർന്നിട്ടാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി NCP സ്ഥാപിക്കുന്നത്. പാർട്ടിയുടെ ചിഹ്നം ഒരു ക്ലോക്കാണ് കേട്ടോ. ഇത് കേന്ദ്രത്തിലെ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്, അതായത് UPA സർക്കാരിൻ്റെ ഭാഗമാണ്. ദേശീയത എന്ന് പറയുന്നത് ശക്തിപ്പെടുത്തുക, കുറച്ചുകൂടി മതേതരത്വത്തിന് ഊന്നൽ നൽകുക, മൗലികവാദത്തെയും വിഭാഗതയെയും നേരിടുക, ഇതൊക്കെയായിരുന്നു NCPയുടെ പ്രധാനപ്പെട്ട സ്ഥാപക തത്വങ്ങൾ എന്ന് പറയുന്നത്. വളരെ പരിമിതമായിട്ടുള്ള രീതിയിൽ ജിയോഗ്രഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ അവരുടെ ഭാഷ, മതം, പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ, വംശീയത, ജാതി, അങ്ങനെ ഒരുപാട് സാംസ്കാരിക ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അല്ലേ. ഈ പാർട്ടികൾ സാധാരണയായിട്ട് അവർ പ്രവർത്തിക്കുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, എവിടെയാണോ പ്രവർത്തിക്കുന്നത് അവിടെയുള്ള പ്രശ്നങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ദേശീയ സർക്കാരിനെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നതിന് പകരം സംസ്ഥാനം അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ അവരുടെ പവർ പിടിച്ചെടുക്കാൻ വേണ്ടി ലക്ഷ്യമിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള റീജിയണൽ പാർട്ടീസ്, പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് ആവിർഭവിക്കുന്നതും രാജ്യത്തിനുള്ളിലെ പലതരത്തിലുള്ള സാമൂഹികവും സാംസ്കാരികവും ആയിട്ടുള്ള എല്ലാ വംശീയമായിട്ടുള്ള എല്ലാ വൈവിധ്യങ്ങളുടെയും വിശാലമായിട്ടുള്ളൊരു ശ്രേണിയെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രാദേശിക പാർട്ടികൾ എന്ന് പറയുന്നത് പലപ്പോഴും ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്നവരായിരിക്കും, ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെ പലതരത്തിലുള്ള വിഭാഗീയമായിട്ടുള്ള താല്പര്യങ്ങളെയും വിശ്വസ്തതയും പ്രതിനിധീകരിക്കുന്നു. ചിലർ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വയംഭരണത്തിനായിട്ട് വാദിക്കാറുണ്ട്. മറ്റുള്ളവരെപ്പോഴും സാമുദായികമോ അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള വിഘടനവാദപരമായിട്ടുള്ള രീതിയിലൊക്കെ ആവാം. പഞ്ചാബിലെ അകാലിദൾ, ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ്, തമിഴ്നാട്ടിലെ AIDMK, DMK തുടങ്ങിയിട്ടുള്ള ഒരുപാട് റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട് കേട്ടോ. അതുപോലെ സമീപ വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് ദേശീയ പാർട്ടികളായിട്ട് സഖ്യമുണ്ടാവുകയും ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. BJPയുടെ നേതൃത്വത്തിലുള്ള സഖ്യം രാജ്യത്തുടനീളമുള്ള പ്രാദേശികമായിട്ടുള്ള പാർട്ടികളുടെ വിശാലമായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ. അതുപോലെ അധികാരത്തിലേക്കുള്ള പാതയിൽ ഇത്തരത്തിലുള്ള പ്രാദേശികമായിട്ടുള്ള സഖ്യങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. രാജ്യത്തിലെ വിവിധ വൈവിധ്യമാർന്നിട്ടുള്ള താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുകയും ഒരു പാർട്ടി സംവിധാനത്തിൽ ഒരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുകയും നല്ല ആക്റ്റീവായിട്ടുള്ള രീതിയിൽ പൊളിറ്റിക്സിലേക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസാണ് എന്നാണ് പറയുന്നത്.